الحمد لله الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر هو الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أيها الإخوان والأخوات يزيد مولانا اتقوا الله عباد الله. പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവോടുള്ള തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണേ എന്ന് എന്നോടുള്ള പോലെ ഓരോ വിശ്വാസിയോടും വസിയത്ത് ചെയ്യാൻ ഉത്ബോധിപ്പിക്കുക. പുതിയൊരു വർഷം തുടങ്ങാൻ, പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ സാധാരണ ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ഉണ്ടാവും. ഈ വർഷം എന്തൊക്കെ ചെയ്യണം, കഴിഞ്ഞ വർഷം പോലെ അല്ല പുതിയ ചില കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമ്മളങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. പുതുവത്സരത്തിൻ്റെ ഒരു ന്യൂ ഇയറിൻ്റെ രണ്ടാം സുദിനത്തിൽ ഏതൊരു തെരുവിലാണോ ഖുർആൻ അധിക്ഷേപിക്കപ്പെട്ടത്, ഏതൊരു തെരുവിലാണോ വിശുദ്ധ ഖുർആൻ കത്തിക്കപ്പെട്ടത്, ഞാനില്ല അതേ തെരുവിൻ്റെ നേരായിട്ട് ഒരു മുസ്ലിം നാവതായി അതേ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ലോകത്തിലെ 2 ബില്യൺ കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ അഭിമാനത്തോടെ നിൽക്കുന്ന സന്ദർഭമാണ്. കാരണം ഇത് സൗദിയിലോ ഖത്തറിലോ അല്ല, GCC ഏതെങ്കിലും രാജ്യത്ത് പഴയൊരു രാജാവ് മാറി പുതിയൊരു രാജാവ് വരുന്നതല്ല. ന്യൂയോർക്ക് സിറ്റിയിൽ പുതിയൊരു മുസ്ലിം മേയർ വരുന്നതെന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ഐഡന്റിറ്റി ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്ന ഏതൊരു മുസ്ലിമിനും അഭിമാനമുള്ള ദിവസമാണ്. അത് വലിയൊരു കാര്യമാണ്. കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് ഉന്നതന്മാർ. അൻതുമുൽ അഅ്ലൗന, ഏറ്റവും ഔന്നത്യനേർക്ക അധികാരങ്ങൾ നിങ്ങൾക്ക് തരും. ലോകത്തിന്റെ രാജ്യങ്ങളുടെ അധികാരം നിങ്ങൾക്ക് തരും. നിങ്ങൾ അതിനുള്ള ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ
മദീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണം. മദീന പട്ടണത്തിൽ ബഹുസ്വരതയുടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഉള്ള ആ നാട്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഔന്നത്യം നൽകിയത് അറബ് ലോകത്തുള്ള അന്നത്തെ സ്വഹാബിവര്യമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർക്കൊക്കെ അധികാരം കൈയാളാൻ പറ്റിയത് ഈ ക്വാളിറ്റി ഉള്ളതാണ്. ഈ ക്വാളിറ്റി ഇന്ന് ലോകത്ത് ഈ മോഡേൺ വേൾഡ് ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീകരവാദമാണ്, ഇസ്ലാം ടെററിസമാണ്, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മീഡിയയിലും സകല തന്ത്രങ്ങളും ലോകത്ത് പല ഭാഗത്ത് നനഞ്ഞിട്ടും ഇപ്പൊ അതൊക്കെ ഒന്നൊന്നായി അവരുടെ തന്ത്രങ്ങളൊക്കെ പൊളിഞ്ഞു വീണ് ലോകത്ത് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏത്? ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്കറിയാം ഇസ്ലാം. അത് ഗ്രോയിങ്, വേറെ ഇസ്ലാം തകർന്നോളും. ഇന്ത്യ കണ്ട മഹാപണ്ഡിതൻ, മദീന യൂണിവേഴ്സിറ്റിയിലെ സ്ഥാപക സമിതി അംഗമായ സൗദി അറേബ്യയുടെ ഒന്നാമത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർനാഷണൽ അവാർഡ് സൗദി അറേബ്യ നൽകാൻ തീരുമാനിച്ചപ്പോൾ ഇസ്ലാമിക സേവനത്തിനുള്ള അവാർഡ് നിശ്ചയിച്ചത് ഇന്ത്യയുടെ മഹാപണ്ഡിതനായ അബുൽ അല മൗദൂദി മുജദ്ദിദ്. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൗലാനയുടെ വാക്കുകൾ അടുത്ത നൂറ്റാണ്ട് ഇസ്ലാമികരാണ്. ഉന്നതൊരു വാക്കാണ്. എല്ലാ ഇസങ്ങളും ഓരോ രാജ്യത്തും പുതിയ പുതിയ ഇസങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൗതികമായ ഇസങ്ങളൊക്കെ തകർന്ന് ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അഭിമാനമുള്ള ഒരു ലോകക്രമത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന വാർത്തകൾ ആശ്വാസത്തിന്റെ, സന്തോഷത്തിന്റെ. ഫലസ്തീനിൽ അങ്ങനെയാണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നും. രക്തസാക്ഷികളുടെ പാദസ്പർശനങ്ങളുടെ അനുഗ്രഹീതമായ 15ഓളം നബിമാരാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ. ഇത്രയേറെ നബിമാർ വന്ന് കടന്നുപോയിട്ടുള്ള മറ്റൊരു മണ്ണ്, ഫലസ്തീനെ പോലെ മറ്റൊരു മണ്ണ് ലോകത്തില്ല. ലോകത്തിന്റെ അധികാര കേന്ദ്രം അവിടെയായിരുന്നു, ബൈത്തുൽ മഖ്ദിസ് അവിടെയാണ്. ആ ഒരു വലിയ പുണ്യഭൂമിയിൽ അബൂ ഉബൈദ എന്ന രക്തസാക്ഷിയെ പറ്റി ലോകത്ത് നിന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഭീകരവാദ മുസ്ലിങ്ങളല്ല എന്ന് എല്ലാവരും അറിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ അഭിമാനത്തിന്റെ ഒരു പുതുവത്സരം, ഒരു പരീക്ഷയുടെ ഒരു പുതിയ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യം അതൊന്നുമല്ല. നമ്മളതൊക്കെ അങ്ങനെ കാണുന്നു. ലോകത്ത് ഇസ്ലാം വളരുന്നു, ലോകത്ത് ഇസ്ലാമിക് ഐഡിയോളജി സ്പ്രെഡ് ചെയ്തതൊക്കെ ആണെങ്കിലും പുതുമക്ക് വെള്ളിയാഴ്ച ഇറങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്റെ ഈമാൻ എത്രയുണ്ട്, എന്റെ തഖ്വ എത്രയുണ്ട്. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലാൻ ഈ ശഹദാക്കളുടെ കൂടെ, ഈ അംബിയാ മുർസലുകളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്താൻ എന്റെ ക്വാളിറ്റി എത്രയുണ്ട്. ഇത് ഓരോ വെള്ളിയാഴ്ചയും ആത്മവിചാരണ നടത്താൻ. പ്രത്യേകിച്ച് റമദാൻ, അടുത്ത റമദാൻ ഏതാനും ദിവസങ്ങളിലുണ്ട്, 45 ദിവസമേ ബാക്കിയുള്ളൂ. അടുത്ത റമദാൻ നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറച്ച് റമദാനുകളുണ്ട്. റമദാൻ വരാനിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആത്മവിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിൽ എന്റെ ഇസ്ലാംകാരെ എന്താണ്, ഈമാൻകാരെ ആവണാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ഈമാൻ എത്രത്തോളം എനിക്കുണ്ട്. ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇന്നിപ്പോ ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ ഈ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ ആയത്ത്, ഫാത്തിഹ ഒന്നാമത്തെ സൂറത്താണെങ്കിലും വിശുദ്ധ ഖുർആന്റെ ഇൻട്രോ പേജ് സൂറ ബഖറയിലെ ആദ്യത്തെ പേജാണ്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു സംശയമില്ല, നോ ഡൗട്ട്, ഇതിലൊരു വിഷയമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, വാദി ഹുദ റസൂൽ നമ്മൾ പറയുമ്പോൾ ഹുദ എന്ന വാക്ക് ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കുള്ളതാണ് ഖുർആൻ. അവിടെ ഹുദലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ടില്ല, ഹുദലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ടില്ല. തഖ്വയുള്ള ആളുകളാണ്. ആരാണ് തഖ്വയുള്ളവർ? ആ തഖ്വയുടെ എന്തിനാണ് റമദാൻ, എന്തിനാണ് കുതിബ അലൈഹിമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് ഈമാൻ, തഖ്വ വർദ്ധിപ്പിക്കാനാണ് റമദാൻ. നിസ്കാരത്തിനാണ് സൂക്ഷ്മത, അളവ്, തെറ്റുകളിൽ നിന്ന് നമ്മൾ തടയാനുള്ള ഒരു മാർഗമാണ്. ഒരു മുസ്ലിം എല്ലാവരും ഇവിടെ വ്യത്യസ്തമായ ഏജ് ഗ്രൂപ്പിലുള്ളവർ, പ്ലസ് ടു പഠിക്കുന്നവർ, പ്രായമുള്ളവർ, ഇല്ലാത്തവർ, ചെറിയ പ്രായമുള്ളവർ, വലിയ പ്രായമുള്ളവർ. പക്ഷേ ഒരാളുടെ ഈമാൻ നമുക്ക് അളക്കാൻ കഴിയും. ഒരാളുടെ വിശ്വാസം എത്ര ഉണ്ട്,
തത്വം എത്രയുണ്ട് നമുക്ക് ആർക്കും അളക്കാൻ കഴിയില്ല. പക്ഷെ പ്രകടമായ ഒരു കാര്യം നിസ്കാരം. നിസ്കരിക്കാത്ത ഒരാള് മുസ്ലിം ആണോ അല്ലേ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക നിസ്കരിക്കുന്നുണ്ടോ നോക്കിയാണ്. 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണ് ഈ പള്ളിയിൽ ഇരിക്കുന്നെങ്കിൽ മുസ്ലിം. നിസ്കാരമുള്ള ജീവിതത്തിലില്ല, ഇസ്ലാമിന് കുഫ്റിനും നിസ്കാരം കുഫ്റിനും നിഷേധത്തിനും സത്യനിഷേധത്തിനും സത്യവിശ്വാസത്തിനും ഈമാനും മറപോലെ ഒരു ബൗണ്ടറി, ഒരു ലൈനാണ്. നിസ്കരിക്കുന്നവരുണ്ടോ മുസ്ലിം ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും സാധാരണ ഓതുന്ന ഇന്നിപ്പോ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ വിശ്വാസികളെ മുസ്ലിമായ എല്ലാവരും മരണപ്പെടരുത്. നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചുപോയില്ലേ, നമ്മുടെ വീട്ടിൽ മരണം നടന്നിട്ടുണ്ടോ, കുടുംബത്തിൽ മരണം നടന്നിട്ടില്ലേ, അതൊക്കെ ചോദിക്കണം. ആ മരിച്ച വ്യക്തി അവസാനമായിട്ട് നിസ്കരിച്ചിട്ടാണോ മരിച്ചു പോയിട്ടുള്ളത്? യാത്ര പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയും അവിടെ എത്തിയിട്ട് നിസ്കരിക്കാം, സ്കൂളിൽ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളവിടെ എന്തോയില്ലേ, അവസാനമായിട്ട് നയിക്കുന്നത് നിസ്കാരക്കാരനായിട്ട് നയിക്കണം. 5 വക്ത് നിസ്കരിക്കുന്ന ഒരാളാണ് ഈമാന്റെ പ്രകടമായ സൂക്ഷ്മതയാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വല്ലാതെ അല്ലാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് തഖ്വയോടെ ഈമാനുള്ളവരായിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ആത്മവിചാരണ നടത്തേണ്ട സന്ദർഭമാണ് ഓരോ വെള്ളിയാഴ്ചയും. അല്ലാഹുവിനെ ഞങ്ങൾ എല്ലാവരും വിശുദ്ധ ദീൻ ഉൾക്കൊള്ളുന്ന ഇസ്സത്തോടെ അഭിമാനത്തോടെ ലോകത്തിന്റെ രക്ഷാധികാരിയായ അധിപതിയായ അല്ലാഹുവേ, നിന്റെ ദീനിനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചതായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ പൂർത്തീകരിക്കണേ. Alhamdulillah, wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. വിശ്വാസികളെ ഒരിക്കലൂടെ തഖ്വയുള്ളവരായി ഖൽബിന്റെ അകത്ത് ഈമാനുള്ളവരായിട്ട് മാറാനുള്ള പരിശ്രമം ഞാൻ നമ്മളോട് നടത്തണമെന്ന് ഉത്ബോധിപ്പിക്കുകയാണ്, വസിയത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരീക്ഷാ കാലം ഇപ്പോൾ എല്ലാ വർഷം മാർച്ചോടുകൂടി, ഫെബ്രുവരി മാർച്ചോടുകൂടെ പരീക്ഷയുടെ ഒരു കാലം. പരീക്ഷ റിസൾട്ട് വരുമ്പോഴുള്ള ഒരു കുട്ടിയുടെ മൈൻഡിൽ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ചിലരങ്ങനെ വിചാരിക്കും, ഞാൻ പഠിച്ചത് ശരിയായില്ലല്ലോ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പാരൻസ് ഇത്ര വലിയ എമൗണ്ടാണ് ഒരു വീടുണ്ടാക്കാനുള്ള പണം തന്നെ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടും ഇതാണല്ലോ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് കുറ്റബോധത്തോടെ റിസൾട്ട് നോക്കി നിൽക്കുന്ന കുട്ടികളുണ്ടാവും റിസൾട്ട് വന്ന ശേഷം. അതുപോലെ ചില കുട്ടികളാവട്ടെ, അവർ എക്സ്പെക്റ്റഡ് ആണ്, പ്രതീക്ഷിച്ച റിസൾട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചു ഉത്തരം കിട്ടുന്ന അൽഹംദുലില്ലാ, കാരണം എന്റെ റിസൾട്ട് കണ്ടോളാണ് സോഷ്യൽ മീഡിയയില് റീൽസ് എല്ലായിടത്തും അത് സ്റ്റാറ്റസ് ആക്കി വെക്കാൻ പറ്റുന്ന സ്റ്റാറ്റസ് ഉള്ള റിസൾട്ടായിരിക്കും വരുന്നത്. ഇതേപോലെ എല്ലാ പരീക്ഷണങ്ങളും ഓപ്ഷൻ ഉണ്ട്, പിന്നെ എഴുതാൻ മറ്റു പല വഴികളുണ്ടെങ്കിലും ആകുന്ന പരീക്ഷയിൽ സ്റ്റാറ്റസ് കാണിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതം, പേഴ്സണൽ ലൈഫ് ഏറ്റവും നല്ലതായിരിക്കണം, ഏറ്റവും നല്ല സൂക്ഷ്മതകളായിരിക്കും. ആകണമെങ്കിൽ എല്ലാ പരീക്ഷക്കും മറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ദുനിയാവിൽ വേറെ ചില എക്സാം എഴുതാനുള്ള സാധ്യതകളുണ്ട്. തോറ്റുപോയാലും രക്ഷപ്പെടുന്ന പല വഴികളുണ്ട്. പക്ഷെ ജീവിതത്തിൽ തോറ്റുപോയാലും ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിച്ചറിയാനാണ് ഈ ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചതെന്ന് അല്ലാഹു വിശുദ്ധ അങ്ങനെ യഥാർത്ഥ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥന കൊണ്ടല്ലാതെ വിധി മാറ്റപ്പെടില്ല. അള്ളാഹു ഓരോരുത്തരും വിധിച്ചിട്ടുണ്ട്. നമ്മൾ നരകത്തിലോ സ്വർഗത്തിലോ നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്നൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ്. ഇന്നിപ്പോ നമ്മൾ കഅബ ശരീഫിലേക്ക് നമ്മളിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ പറയും അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ വന്നാരൊക്കെ ഇരിക്കുന്നു,
പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. എന്തും സംഭവിക്കാം, ആരും മരിക്കാം, കുട്ടികൾ മരിക്കണില്ലേ, ആക്സിഡൻസ് ഒക്കെ നടക്കുന്നു. നട്ടല് കൂടി കിടക്കേണ്ടി വരുന്നത് 10, 16, 20 വർഷങ്ങൾ. അള്ളാന്റെ പരീക്ഷണങ്ങൾ ഏത് വഴിയും വരാം. ഇത് കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷ. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഒന്നും നമ്മൾ തീരുമാനിച്ചല്ല. ആരും ഏത് മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിക്കണമെന്നോ, എവിടെ ജോലി ചെയ്യണമെന്നോ, എവിടെ നിൽക്കണമെന്നോ, അതൊന്നും നമ്മുടെ തീരുമാനമല്ല. നമ്മുടെ പരീക്ഷയുടെ റിസൾട്ട് പോലും നമ്മുടെ തീരുമാനത്തിലുള്ള കൊണ്ടല്ലാതെ പ്രപഞ്ചസത്താവായ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തുകൊണ്ടല്ല അതൊന്നും നടക്കൂല. ആലോചിച്ചോക്കണം. നമ്മൾ കണ്ണ് തുറന്ന് കാണണം, ആകാശത്തേക്ക് നോക്കണം. നക്ഷത്രങ്ങൾ ബില്യൺ കണക്കിന്, സില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ആകാശലോകത്ത്. ഒരു നക്ഷത്രത്തിന് സൂര്യനേക്കാൾ എത്രയോ വലിയ നക്ഷത്രമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്, അതിനേക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങളാണ് ആകാശലോകത്തുള്ളത്. അങ്ങനെയുള്ള ബില്യൺ കണക്കിന്, സില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. അങ്ങനത്തെ കൂട്ടങ്ങൾ ലക്ഷക്കണക്കാണ് അത്ര. ഇതൊന്നും ശാസ്ത്രം ഇപ്പോഴും അതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹാപ്രപഞ്ചം കടലിൽ പോയാലും ബീച്ചിൽ കടപ്പുറത്ത് പോയാലും കടലിന്റെ അകത്ത് എന്തൊക്കെയാണ്, എന്തൊക്കെ അത്ഭുതങ്ങൾ, അത്ര വലിയ ജീവജാലങ്ങൾ അതിലൂടെ കിടക്കണം. ഈ വലിയ അത്ഭുതമാകുന്ന ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മുമ്പിൽ എന്നിട്ട് അള്ളാഹിന്റെ മണ്ണിൽ അള്ളാഹിന്റെ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് അള്ളാഹ് എന്ന ഭക്ഷണം കഴിച്ച് ഈ പച്ച മണ്ണിൽ അരി വളരണമെങ്കിൽ അള്ളാഹ് തീരുമാനിക്കണം. അള്ളാഹിന്റെ വെള്ളം കുടിച്ച് അള്ളാഹിന്റെ ഓക്സിജൻ ശ്വസിച്ച് അള്ളാഹിന്റെ ശരീരം, ഹൃദയം ഇന്നലെ രാത്രി 8 മണിക്കൂറോ 7 മണിക്കൂറോ 6 മണിക്കൂറോ ഉറങ്ങിയിട്ട് ആ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ പറയാൻ പറ്റുന്നില്ല. ഹൃദയം നിൽക്കാതെ അത് പിടിപ്പിക്കുന്ന ICU ചെന്നാൽ ഡോക്ടർ പറയുന്ന അവസാനത്തെ വാക്കുണ്ട്, ഇനി പ്രാർത്ഥിച്ചോളൂ. ഇനി നിന്റെ കയ്യിലല്ല, അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ അള്ളാന്റെ എല്ലാ നിയമത്തിലും ജീവിച്ച് അള്ളാന്റെ മുമ്പിൽ ശ്രദ്ധ ചെയ്യാൻ നമ്മൾ പോയത് വലിയ നന്ദികേടാണ്. അതുകൊണ്ട് അള്ളാഹുവോടുള്ള പ്രാർത്ഥന കൊണ്ടല്ലാതെ ഒരിക്കലും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക സാധിക്കില്ല. അള്ളാഹുവെ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവെ ജീവിതത്തിൽ നിന്നോടല്ലാതെ മറ്റൊരാളോടും പ്രാർത്ഥിച്ചിട്ടില്ല. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് വിഷമങ്ങളായി ജീവിക്കുന്ന, അസുഖങ്ങളും ബുദ്ധിമുട്ടുകളായി കഴിയുന്നവരാ അള്ളാഹുവെ അവരുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. 5 വക്ത് നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങളെ കിടത്തുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നന്നായിട്ട് പഠിക്കാനും ഉന്നതമായ അവസ്ഥയിലെത്താനും തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ നല്ല സ്വഭാവമുള്ളവരാക്കണേ അല്ലാ. അള്ളാഹുവേ ജീവിത വിശുദ്ധി വളരെ പ്രധാനമാണല്ലോ. ഈമാനും യഖീനുമുള്ള തഖ്വയോടെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളെ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ നിന്നോടുള്ള ഓർമ്മയും ഒരു ഹറാമിലേക്കും പോകാതെ നിന്റെ ഫിക്റിലുമായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا إنك أنت السميع العليم. تب علينا يا رب.